ഋഷിയും ശരണ്യയും തമ്മിൽ വഴക്ക്. ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് പറയണത്. ഋഷിയും ശരണ്യയും ഗബ്രിയും ജാസ്മിനും ഉണ്ടായിരുന്ന റൗണ്ടിൽ അർജുൻ ചെന്ന് സംസാരിച്ച സമയത്ത് ഋഷി സമ്മതിച്ചിരുന്നു ശരണ്യേൻ്റെ കൂടെ കളിക്കാമെന്ന്. അങ്ങനെ ഋഷി എടുക്കുന്നത് ശരണ്യേൻ്റെ ഫോട്ടോയുള്ള ഫോണാണ്. ബസർ അടിച്ച സമയത്ത് ഫസ്റ്റ് ഋഷി ഓടി വന്നിട്ട് ശരണ്യേൻ്റെ ഫോണ് ചാർജിങ് പോയിന്റിൽ വെക്കുകയും ചെയ്തു. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അൻസിബ വരുന്നത്. അൻസിബ വരുമ്പോൾ ഋഷി ഈ ഫോട്ടോ എടുത്ത് മാറ്റിയിട്ട് അൻസിബയുടെ കയ്യിലിരുന്ന് ഋഷീൻ്റെ ഫോട്ടോ അവിടെ വെച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് റൗണ്ടിലേക്ക് ജാസ്മിനും ഗബ്രിയും ഋഷിയും കൂടെ സെലക്ട് ആവുന്നുണ്ട്. ഒന്ന് ഋഷി അവിടെ ആദ്യം ശരണ്യേൻ്റെ ഫോട്ടോ വെച്ചതിന് ശേഷം അതെടുത്ത് മാറ്റിയിട്ട് പിന്നെ ഋഷീൻ്റെ ഫോട്ടോ വയ്ക്കാനായിട്ട് അൻസിബേനെ സമ്മതിച്ചു എന്നുള്ളൊരു കാര്യം. അത് പോട്ടെ, പിന്നെ ഇവരുടെ ടീമിൻ്റെ ഇതിലാണെന്ന് വെക്കാം. നന്നായിട്ട് കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഋഷിക്ക് അവിടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഫീൽ ചെയ്തത്, ഇത് കഴിഞ്ഞിട്ട് ഫൈനൽ റൗണ്ടിലേക്ക് പോകുമ്പോഴാണ് ഋഷിക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ഇതിൽ ഋഷിയും ജാസ്മിനും ഗബ്രിയാണ് ഉള്ളത്. ഇനി ലാസ്റ്റ് റൗണ്ടിലേക്ക് ഋഷിക്കാണെങ്കിൽ ഫൈനൽ റൗണ്ടിൽ സ്വന്തം ഫോട്ടോ എടുക്കാനും പറ്റില്ല. അപ്പം എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഗബ്രീനെയോ അല്ലെങ്കിൽ ജാസ്മിനെയോ അവിടെ പിന്നെ ഋഷി ജയിപ്പിച്ചേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ജാസ്മിനും ഗബ്രിയും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഫോട്ടോ ചേഞ്ച് ചെയ്തിട്ട് അവരെടുത്ത് പോയിന്റിൽ കറക്റ്റായിട്ട് വെക്കുകയും ചെയ്യും. ഋഷിക്ക് അവിടെ പ്രത്യേകിച്ച് യാതൊരുവിധ റോളും ഇല്ല. നേരെ മറിച്ച് ഒന്നെങ്കിൽ ശരണ്യേൻ്റെ ഫോട്ടോയാണ് ആദ്യം വെച്ചിരുന്നത് പോലെ ഋഷി അവിടെ വെച്ചിരുന്നെങ്കിൽ ഋഷിക്ക് അവിടെ ഒരു ഗെയിം ചേഞ്ച് ചെയ്യായിരുന്നു. ഋഷിക്കുള്ള കുറ്റബോധത്തിൻ്റെ കാരണം എനിക്ക് മനസ്സിലായത്, ഋഷി ആ ഫോൺ ചാർജിങ് പോയിന്റിൽ കൊണ്ടുവന്നിട്ട് ആദ്യം ശരണ്യയുടെ വെച്ചിട്ട് അതെടുത്ത് മാറ്റി ഇങ്ങനെ കളിച്ചപ്പോൾ ഋഷിക്ക് തന്നെ സ്വയം തോന്നി അത് ശരിയാണോ ഞാൻ ചെയ്തത് എന്നുള്ളത്. കാരണം അൻസിബേനെ അവിടെ ചതിക്കാൻ പറ്റില്ല. അൻസിബ പുറകെ ഋഷീൻ്റെ ഇതുമായിട്ട് വരുകയും ചെയ്തു. ഋഷിക്ക് ആകെ കൺഫ്യൂഷനായി. അൻസിബയും വരുന്നുണ്ട്, അൻസിബേൻ്റെ അത് വെച്ചില്ലെങ്കിൽ അൻസിബ വേണം. ഇതിൽ ശരിക്കും ഋഷി ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഋഷി ആര് പറഞ്ഞാലും അതൊക്കെ കേൾക്കും. ചിലപ്പോൾ ജെനുവിൻ ഇതായതുകൊണ്ടായിരിക്കും, അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആയതുകൊണ്ടായിരിക്കും. ഋഷിക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ല. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അതേപോലെ ചെയ്യാന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ വരാഴികളോ അതിനെ പറ്റിയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഋഷി ചിന്തിക്കില്ല. ആരെന്ത് പറഞ്ഞാലും ഇപ്പോൾ അൻസിബ ഇങ്ങനെയാണ് പറയണമെങ്കിൽ ഓക്കെ അങ്ങനെയാണോ, അർജുൻ ഇങ്ങനെയാണ് പറയണമെങ്കിൽ ഓക്കെ ഇങ്ങനെയാണോ എന്നുള്ളതാണ്. ഇതിൽ അവസാനം പ്രശ്നം പറ്റുന്നത് ആർക്കാണ്? ഋഷിക്ക് തന്നെ.